നമസ്കാരം. യൂട്യൂബ് ചാനലിലൂടെ പ്രസിദ്ധീകരിക്കാനായി സമൂഹത്തിന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വാർത്തകൾ എൻ്റെ പക്കൽ ഒരുപാട് പേര് കൊണ്ട് തരുന്നുണ്ട്. പ്രസിദ്ധീകരിക്കണം എന്നും പറഞ്ഞ് അല്ലെങ്കിൽ പ്രചരിപ്പിക്കണം എന്നും പറഞ്ഞ്. പക്ഷേ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. കാരണം ഒന്നാമത് കാഴ്ചക്കാർ വളരെ കുറവുള്ള ചാനൽ, മറ്റൊന്ന് അവർ നമ്മുടെ പക്കൽ തരുമ്പോഴത്തേക്ക് ഈ സമൂഹം അറിയട്ടെ എന്നുദ്ദേശിച്ചാണല്ലോ തരുന്നത്. അപ്പം അവർക്കും കൂടി അതുകൊണ്ട് എന്തെങ്കിലും ഒരു നീതി ലഭിക്കണം. ഈ വളരെ സബ്സ്ക്രൈബർ കുറവുള്ള ചാനലായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ കാണാൻ തയ്യാറാകാത്തത് കൊണ്ട് നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുജനത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന കാര്യം നടക്കുകയല്ല, അല്ലെങ്കിൽ അവർക്കതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി വിടുകയാണ്. നിങ്ങൾ വേറെ വല്ല കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ യൂട്യൂബേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ 90% അത്തരം കേസുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച 1-2 കേസുകൾ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. കാരണം അത് എനിക്ക് ചെയ്യണം, പൊതുജനങ്ങൾ അറിയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിലൊരു കാര്യമാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം നഗരിയാണെങ്കിൽ പോലും വ്യാപാരിക തലസ്ഥാനം എറണാകുളം തന്നെയാണ്. പണ്ടുകാലം മുതൽ എറണാകുളം ഈ നഗരത്തിൽ തൊട്ടടുത്ത ജില്ലയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആവശ്യത്തിനായി കൊച്ചിയിൽ വരികയും, കൊച്ചിയിൽ വന്ന് അദ്ദേഹം കലൂരിലെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് സന്ദർശിക്കുകയും ശേഷം ഇടപ്പള്ളി പള്ളിയിലെത്തുകയും ഇടപ്പള്ളിയിലെ തൻ്റെ ആരാധന പൂർത്തിയാക്കി മടങ്ങും വഴി അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ടത് കടവന്ത്രയിൽ. അപ്പം ഇടപ്പള്ളിയിൽ എത്തിയ അദ്ദേഹം ഇടപ്പള്ളിയിൽ നിന്നും കടവന്ത്രയിലേക്ക് മടങ്ങാൻ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലോ മറ്റും ഉണ്ടായിരുന്ന ഒരു 500 രൂപ നഷ്ടപ്പെട്ടതായി അദ്ദേഹം തിരിച്ചറിയുന്നത്. ഈ സമയം ഏതാണ്ട് 12 മണിയായി, ഉച്ചയ്ക്ക് 12 മണിയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു 50 രൂപ വേറെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ആ ചെറിയ ബാഗിലും മറ്റും ഒരു 50 രൂപ വേറെ ഉണ്ട്. ഇതും വെച്ച് പുള്ളി ഈ കൈവശമിരിക്കുന്ന 50 രൂപയും വെച്ച് അദ്ദേഹം കടവന്ത്രയിൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. കാരണം അദ്ദേഹത്തിന് മടങ്ങി പോകാൻ, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള പണം 50 രൂപ മതിയാവും. കാരണം വൈകുന്നേരത്തെ പാസഞ്ചറിനോ മറ്റോ പോകാനാണെന്ന് തോന്നുന്നു, പോകാൻ വേണ്ടി അദ്ദേഹം പദ്ധതി ഇട്ടിരിക്കുകയായിരുന്നു. ഈ 50 രൂപ എടുത്ത് കടവന്ത്ര വരെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വൈകുന്നേരം മടങ്ങാനുള്ള വണ്ടിക്കൂലി ഉണ്ടാവില്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഇടപ്പള്ളിയിൽ നിന്നും കടവന്ത്രയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. നല്ല ഉച്ച സമയമാണെന്ന് ഓർക്കണം. ഈ അടുത്ത കാലത്തുണ്ടായ കഥയെന്നാണ് പറയുന്നത്. 1 മാസം മുമ്പ് ഇദ്ദേഹം എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം, പുലർച്ചെ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം 5 മണിക്കോ മറ്റോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയ അയാൾ 8 മണി 9 മണിയോടുകൂടിയാണ് എറണാകുളത്ത് എത്തുന്നത്. പ്രഭാത ഭക്ഷണവും കഴിച്ചില്ല, ഒരു കട്ടൻ ചായയും മറ്റും കുടിച്ചിട്ട് ഇറങ്ങിയ ആളാണ്. എന്നാൽ ഇവിടെ വന്ന് ഇടപ്പള്ളിയിലെല്ലാം കയറിക്കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കെ നടന്നില്ല. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അദ്ദേഹം ഇടപ്പള്ളിയിൽ ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഏതാണ്ട് മണി 11 കഴിഞ്ഞു, 11-12 മണിയായെന്നാണ് പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹം നോക്കിയപ്പം 500 രൂപ നഷ്ടപ്പെട്ടു. എന്നാൽ ഇദ്ദേഹം ഒരു ആത്മാഭിമാനം കൂടിയാണ്. പട്ടിണി കിടക്കാം എന്ന് ഭവിച്ച് ഇദ്ദേഹം നടന്നു കടവന്ത്രയിലേക്ക്. നടക്കും വഴി കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആണോ എന്തോ അദ്ദേഹത്തിന് ഒരുപാട് അവശതയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഭക്ഷണവും കഴിക്കാത്തത് കൊണ്ടും കൃത്യമായ സമയത്ത് ഷുഗറും മറ്റും ഉള്ളെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാത്ത കൊണ്ടും ആകെ പുള്ളി അവശനായി തളർന്ന് വീഴാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്.
ഈ മനുഷ്യൻ ഒട്ടും മടിച്ചില്ല. കാരണം ആത്മാഭിമാനം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വിശപ്പല്ലേ, ആരോഗ്യം നോക്കുക എന്നുള്ളതാണ്. ഓൺ ദ വേയിൽ ഇദ്ദേഹം ആ ഒരു വഴി വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എന്നിട്ട് കണ്ടാൽ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരനോട് മറ്റോ ആണെന്ന് തോന്നുന്നു. ഇദ്ദേഹം ചെന്നേച്ച് പറഞ്ഞു, മോനെ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാൻ ദൂരെ നിന്ന് വന്നതാണ്, ഇന്ന സ്ഥലത്തു നിന്ന് വന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഒരു 100 രൂപ നീ തരണം. തരികയാണെങ്കിൽ നിൻ്റെ നമ്പർ തരികയോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ നിനക്ക് ആ പൈസ എത്തിക്കാം, നിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ മറ്റെന്ത് മാർഗത്തിലൂടെ എത്തിക്കാം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എന്താ പറയുക, ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10-40 വയസ്സുണ്ടെന്ന് അയാൾ പറയുന്നു. അയാൾ പറയേണ്ട എന്നാ, എൻ്റെ ചേട്ടാ എൻ്റെ കയ്യിൽ പണമില്ല, ഗൂഗിൾ പേ ആണ്, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ, ഞാൻ ബില്ല് കൊടുത്തോളാം എന്ന് പറയണ്ടേ? ഈ ഒരു രക്ഷയില്ല ചേട്ടാ എൻ്റെ എന്നല്ലേ പറയേണ്ടിയിരുന്നു. അതിന് മറുപടിയായിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു, അയ്യോ ഒരു രക്ഷയില്ല ചേട്ടാ, എൻ്റെ കയ്യിൽ 10 രൂപയില്ല, ആകെ പൊട്ടിക്കറങ്ങിയിരിക്കുകയാണ്. സൈകെട്ട് ഇയാൾ വീണ്ടും ഈയുടെ കാൽനട യാത്ര തുടർന്ന് ഇദ്ദേഹം നടന്ന് നീങ്ങി ആ കടവന്ത്രയ്ക്കും പിന്നെ അദ്ദേഹം പറഞ്ഞത് കടവന്ത്രയ്ക്കും ടൗൺ ഹാളിൻ്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു ജംഗ്ഷൻ്റെ പേര് പറഞ്ഞു. അവിടെ ഒരു റിട്ടയർ മിലിറ്ററി ഒരു പ്രായമുള്ള ഒരാൾ, റിട്ടയർ മിലിറ്ററിക്കാരനാണ് അദ്ദേഹം, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയോ മറ്റോ ആയിരുന്നു. അദ്ദേഹം ആ മനുഷ്യനോട് ചോദിക്കുക, എന്നാൽ പ്രായമുള്ളവരോട് നമ്മൾ ചോദിക്കാം, കാര്യം പറയാം, അവർക്കെങ്കിലും ആ കാര്യം മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ച് അയാൾ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു, ആ റിട്ടയർ മിലിറ്ററി. ഈ മനുഷ്യൻ തൊട്ടടുത്ത് പോയി നിന്നു, കുറച്ച് നേരം നിന്നിട്ടാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, അയാൾ ഫോണിൽ കൂടെ സംസാരിക്കുകയോ മറ്റോ ചെയ്തപ്പോഴത്തേക്കാണ് ഇയാൾക്ക് മനസ്സിലായത് ഇയാൾ റിട്ടയർ മിലിറ്ററി ആണെന്നോ ആ ഭാഗത്ത് തന്നെയുള്ള തൃപ്പൂണിത്തുറയിൽ മറ്റോ ഉള്ള ആണെന്നോ മനസ്സിലായത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോടും ചോദിച്ചു, സഹോദര എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ആകെ അവശതയാണ്, അതുകൊണ്ട് ഒരു 100 രൂപ തരണം, ഞാൻ നാട്ടിൽ പോയി കഴിയുമ്പോൾ ഞാൻ എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഭക്ഷണം മേടിച്ച് തന്നാൽ മതി, എൻ്റെ ബില്ല് അടുത്ത ദിവസം ഞാൻ എത്തിച്ചോളാം, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന്. ആ മനുഷ്യരും പറഞ്ഞ് ആ വക ഏർപ്പാടുകളൊന്നും നമുക്കില്ല, നമ്മളങ്ങനെ ചെയ്യാറില്ല, അത് നോക്കണ്ട, നമ്മൾ അത്തരം സഹായങ്ങൾ നമ്മൾ ചെയ്യാറില്ല എന്ന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ മറുപടി പറഞ്ഞു വിട്ടു. ഒടുവിൽ മടുത്തു. ഈ മനുഷ്യൻ നടന്ന് കടവന്ത്രയിലെത്തി. അന്നേരത്തേക്കാണ്ട് മണി 2:30 2 മണിയെങ്ങാണ്ട് 3 മണിയെങ്ങാണ്ട് ആകാറായി. 12 മണി കഴിഞ്ഞെങ്ങാണ്ട് നടക്കാൻ തുടങ്ങിയതാണ്. അവശത കാരണം പയ്യെ നടന്നെന്നാണ് പറയുന്നത്. അവിടെ വന്നേച്ച് ഒരു ഹോട്ടലിൽ, ഇനിയിപ്പോൾ ഹോട്ടലിൽ കയറി ആരോടെങ്കിലും ചോദിക്കാം എന്ന് ഭവിച്ച് ഈ മനുഷ്യൻ ആ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10-30 വയസ്സുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അയാളുടെ മുൻപിൽ പോയിരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചേച്ച് ആ മനുഷ്യനോട് കാര്യം പറഞ്ഞു, മോനെ എന്നെ പോലെ കേസ് കിട്ട്, ഇങ്ങനൊരു ഷുഗർ പേഷ്യൻ്റാണ്, ഒന്നും തോന്നരുത് മോന്, എനിക്കൊരു ഭക്ഷണം മേടിച്ച് തരികയോ അല്ലെങ്കിൽ പൈസ തരികയോ ചെയ്ത് ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ നിനക്ക് ആ പണം എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി വെച്ച് പറഞ്ഞു, അങ്ങനെ എൻ്റെ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നോ മറ്റോ ഇദ്ദേഹത്തെ മനസ്സ് വെറുപ്പിക്കുന്ന രീതിക്ക് പറഞ്ഞു വിട്ടു. ഒടുവിൽ ഈ മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ച് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് എങ്ങനെയോ പാസഞ്ചർ ട്രെയിനിൽ കയറി സ്വന്തം നാട്ടിലെത്തുകയായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്കി, ആ പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹം ചോദിച്ചത് എന്താണ്, താനൊരു ഷുഗർ പേഷ്യൻ്റാണെന്നും സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, തൻ്റെ പക്കൽ ഒരു 500 രൂപ പണം നഷ്ടപ്പെട്ടെന്നും, എങ്ങനെയാണോ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന വഴിക്കോ മറ്റോ പോയാന്ന് തോന്നുന്നു, ഫോണോ മറ്റോ എടുക്കുന്ന വഴിക്ക് പോയാന്ന് തോന്നുന്നു, നഷ്ടപ്പെട്ടെന്നും ഒരു 100 രൂപ തന്ന് സഹായിക്കണം എന്നാണ് ഈ വ്യക്തികളോടൊക്കെ ചോദിച്ചത്. മറിച്ച് നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ പൊട്ടിഘോഷിക്കുന്ന എറണാകുളം നിവാസികൾ എല്ലാവരും മറ്റും ഇത്തരക്കാരാണെന്ന് പറയുന്നില്ല, എങ്കിലും ഈ 3 പേരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ 3 ലൊക്കേഷനിലാണെന്ന് ഓർക്കണം, ഒരു സ്ഥലത്തല്ല. 3 പേരും സാമാന്യ രീതിയിൽ കൈവശം പണമുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലാതെ ഒരു 100 രൂപ കാശ് പോലും കയ്യിലെടുക്കാനില്ലാത്ത ആൾക്കാരല്ല. കാരണം ഈ ചെന്ന് ചോദിച്ചയാളുടെ
സ്വഭാവം, രീതി അല്ലെങ്കിൽ പക്വത എല്ലാം സ്കാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കണമല്ലോ ചോദിച്ചിരിക്കുക. ചുമ്മാ ഈ വഴിയിൽ നിങ്ങൾ അയാൾ തേണ്ടിയ ആളല്ലല്ലോ. പക്ഷേ അതിന് മറുപടിയായി നമ്മുടെ സമൂഹം ചെയ്തത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എവിടെയാണ് മനസാക്ഷി, മനുഷ്യത്വം? ഇവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത്തരം നഗരങ്ങളിൽ ഇത്തരം യാചകർ ധാരാളം ഉണ്ടായിരിക്കാം, മനസ്സിലായോ? യാചകരെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം. കാരണം ഡെയിലി ഒരു 10 പേരെങ്കിലും ഒരു 5 പേരെങ്കിലും തൻ്റെ പക്കൽ വന്ന് ഇതുപോലെയൊക്കെ യാചിക്കാറുണ്ട്, ഇതിലും വലിയ നമ്പറുകൾ ഇറക്കി യാചിക്കാറുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടാവാം, അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ഇവർക്ക് അങ്ങനെ ഉണ്ട് ഒരു കാര്യം ചെയ്യാമല്ലോ, നേരെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോയി അയാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്താൽ പോരെ, എന്നിട്ട് ആ ബില്ലിൻ്റെ എമൗണ്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, ചേട്ടൻ നമ്പർ ഞാൻ നേരെ എന്നിട്ട് നാളെ ഞാൻ വിളിക്കാം, അന്നേരം എനിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സമയമില്ലേ? അയാളെന്താ ചോദിച്ചത്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സാക്ഷാൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന മനുഷ്യരൂപത്തിൽ വന്ന് യാചിച്ചാൽ പോലും നമ്മുടെ സമൂഹം ഇത്തരം പ്രവൃത്തികളിലാണ് കൈക്കൊള്ളുന്നത്. ഇതെല്ലാവരും മറ്റും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരിലൂടെ ഈ സമൂഹത്തിന് തന്നെ ഒരു മാനക്കേടല്ലേ? നമ്മൾ എന്തെല്ലാം പാഴ് ചിലവുകൾ നമ്മൾ ചെയ്യുന്നു, എന്തെല്ലാം പാഴ്, മദ്യത്തിനാകട്ടെ, മയക്കുമരുന്ന്, മറ്റുള്ള എന്താ പറയുക, സ്ത്രീകളുടെ കേസുകൾക്കാകട്ടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിനാകട്ടെ, എന്തെല്ലാം കാര്യത്തിന് നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് കഴിച്ച് 3 പേരുണ്ട്, 3 പേരും കൃത്യമായിട്ട് തന്നെ കഴിച്ച് അവസാനിപ്പിക്കുന്നവരാണോ? അല്ലല്ലോ. എന്തെങ്കിലും ഒരാളുടെ ഫുഡെങ്കിലും ബാലൻസ് വരികയല്ലേ? കൃത്യമായിട്ട് വീട്ടിലായാലും ശരി, ഹോട്ടലിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷനുകളാണെങ്കിൽ കൃത്യമായിട്ട് തലയെണ്ണി ഭക്ഷണം ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുകയില്ല. ഒന്നല്ലെങ്കിൽ പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണം തന്നെ അവിടെ വേസ്റ്റ് ആകുന്നത്, അതിലൊരു സംശയവും വേണ്ട. ഇനിയിപ്പോൾ 2 പേർക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് മേടിച്ച് കഴിക്കുന്നുണ്ട് എന്ന് ഇത്തരം മഹാനഗരങ്ങളിൽ കിടക്കുന്നവർ പറയുകയാണെങ്കിൽ, ഹോട്ടലിൽ എന്താ, നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഇരട്ടി ബില്ലല്ലേ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതിനാകുന്നത്? നമ്മൾ വീട്ടിൽ ഇപ്പോൾ 2 പേർക്ക് ഉണ്ടാക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന് 3 നേരം 500 രൂപ എന്ന് കൂട്ടിക്കും. ഹോട്ടലിൽ നിന്ന് നമ്മൾ 3 നേരം 2 പേര് 500 രൂപ വെച്ച്, അല്ല 2 പേര് 3 നേരം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ബില്ല് വരിക? ചുരുങ്ങിയ 900 വരും, അല്ല 1000 വരും. അവിടെയും നമ്മൾ പണം കൂടുതലല്ലേ കൊടുക്കുന്നത്? അത്രയൊക്കെ ആർഭാടങ്ങൾ ചെയ്യുന്ന നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം സ്വഭാവങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ വക ആവശ്യങ്ങളായി ആരെങ്കിലും വരികയാണെങ്കിൽ ഒട്ടും മടിക്കരുത്. നമുക്ക് എന്ത് തിരക്കുള്ള ജോലി ഉണ്ടെങ്കിലും ശരി, തൊട്ടടുത്ത കടയിൽ വിളിച്ചുകൊണ്ട് പോയി അയാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്ത് അത് കഴിപ്പിച്ചിട്ട് അയാൾക്ക് ബില്ലും കൊടുത്ത് അയാളുടെ ബില്ലും പേയ്മെൻറ്റ് ചെയ്ത് പിന്നെ നമ്മളത് മേടിക്കാൻ ആഗ്രഹിക്കാതിരിക്കോ നമ്മുടെ വ്യക്തിപരമായ കാര്യം, എന്നിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാതെ നമുക്ക് സമയമില്ല. എന്താണ് സമയമില്ലാത്തത്? അല്ലെങ്കിൽ പണമില്ല, അല്ലെങ്കിൽ ഞാൻ തരില്ല. ഇത്തരം സംഭവങ്ങൾ ഇവിടെ നിത്യനെ ഉള്ള കാര്യമാണ്. കാരണം മരുന്ന് മേടിക്കാനാണെന്നും പറഞ്ഞ് നമ്മുടെ ഒന്ന് കൈ നീട്ടും, ആഹാരം കഴിക്കാനാണെന്ന് കൈ നീട്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, നമുക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ 2 കേസുകളും നമ്മൾ നേരിട്ട് പോയി മേടിച്ചു കൊടുത്ത് തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അല്ലാതെ അവരെ നമ്മൾ കൈമലർത്തുകയല്ല ചെയ്യേണ്ടത്. ഇത് എൻ്റെ മാനസികമായി എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഇത് എറണാകുളംകാർക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ വീഡിയോയുടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.